കിങ് യൂട്യൂബ് ചാനലിലെ ചങ്കമച്ചമാർക്ക് സപ്പോസ് നമ്മളെന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എജ് ഇൽനി നമ്മുടെ പ്രൈവറ്റ് ബസ് ഉണ്ട് ഗൈസ് നമ്മുടെ ബാക്കിൽ ഇത് ഗൈസ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് തന്നെയാണ് ഗൈസ്. പിന്നെ ഇത് എടുക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാൻ മറന്നുപോയി ഗൈസ്. സോറി ഗൈസ്, നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ സംഭവം തന്നെ മേടിച്ചാണ്. ഇതിന് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. മേടിച്ചപ്പോൾ അത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഗൈസ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ കൂടെ ഉള്ളത് ഗൈസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുനൻ ഗൈസ്. ഹലോ അണ്ട, ഈ പ്രൈവറ്റ് ബസ് വെച്ച് നമ്മൾ എവിടാ പോകുന്നത്? ഈ പ്രൈവറ്റ് ബസ് എന്ന് പറയാം, വണ്ടിക്കകത്ത് കയറി. അപ്പം ഗൈസ് ഇനി നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പൊ ഗൈസ് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സോളോയിലോട്ട് പോകണം. ഒരു ട്രിപ്പായിട്ടല്ല ഗൈസ്, ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കുറച്ച് പേപ്പറൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പറെല്ലാം റെഡിയാക്കി നമ്മൾ പ്രൈവറ്റ് ബസ് കൊണ്ട് പോവാണ് ഗൈസ്. വണ്ടി ഒരു രക്ഷയില്ല, കില്ലാടി വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ ഷോർട്സിനകത്ത് ഇട്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ ഈ വണ്ടി ഡ്രൈവിങ്ങിൻ്റെ എല്ലാം ഒക്കെ നമ്മൾ ഷോർട്സിനകത്ത് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ല. ഈ മാലക്കകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്, കുഞ്ഞാപ്പി കൊള്ളാം, നല്ല പി. അപ്പം ഗൈസ് ഈ ബസ് എടുക്കാൻ നമുക്ക് അങ്ങോട്ട് വളയാനും ഒക്കത്തില്ല. ഇങ്ങനെ എന്തോ കാണിക്കുന്നു അണ്ണ, ഇങ്ങനൊക്കെ വയ്യാന്ന് തോന്നണ്ട. ഇവിടെയൊക്കെ കൊണ്ടുപോകണ്ടാണോ വണ്ടി നിർത്തിയിടുന്നത്? ആടെ ഇവിടെ ഇങ്ങനൊന്നും വയ്യ. ഇവിടൊക്കെ ഇല്ലേ കൊണ്ടുവന്ന് വണ്ടി ഇടുന്നു. അവിടെ അങ്ങനെ എപ്പോഴോട്ട് മാറ്റി ഇപ്പുറത്തിലോട്ട് മാറ്റി. ഓക്കെ 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 അണ്ണാ, ഓക്കെ അണ്ണാ. പിന്നെ നമ്മളിപ്പോൾ എന്തിനാ പോകുന്നത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എടാ മറന്നു പോടാ പറയാൻ. എടാ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോളോയിൽ പോവാ അണ്ണാ, നമ്മുടെ വീടുള്ള സ്ഥലത്ത്. ആടാ നമ്മളിപ്പോൾ പേപ്പർ റെഡിയാക്കാനല്ലേ വന്നേ. ശരിയാണല്ലോ അണ്ണാ. അവിടെ ചെന്നിട്ട് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അത് എടുക്കാനാണ് പോകുന്നത്. എടാ അപ്പോൾ ആ വണ്ടിക്ക് അവിടെ ഒരു കിടപ്പുണ്ട്, ആ വണ്ടി എടുക്കാനാണ് പോകുന്നത്. ആ വണ്ടിക്കകത്തിൽ എന്നുവെച്ചാൽ ആ വണ്ടി പണ്ടെങ്ങാണ്ട് ആക്സിഡൻ്റായി മൊത്തം ഡാമേജസ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അത് റോഡ് സൈഡിൽ കിടക്കുകയാണ്. കീയൊക്കെ അതിലുണ്ട്. നമ്മുടെ ഇത് വരുന്നേ എന്തുവാണ്ടാ പറയാൻ പറ്റേ എന്തും പറഞ്ഞോണ്ടിരിക്കുമല്ലോ അണ്ണൻ. അതുകൊണ്ടാണ് ചോദിച്ചേ ആരാന്ന്. അവിടെ ചേടാ നമ്മുടെ പേരെന്തുവായിരുന്നു? നീ ഒരു എത്രപ്പേര് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങർക്ക്, ഇലിയോ? അണ്ണ ഇപ്പൊ ആളെ കിട്ടി അങ്ങനെ പേര് എനിക്ക് അറിയത്തില്ല. അണ്ണൻ വിളിച്ച് പറഞ്ഞ് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അത് നശിച്ച് നാറാണക്കല്ലായി ഇടിച്ച് കിടക്കുവാന്ന് പറഞ്ഞ്. ഇപ്പൊ കഴിച്ച് നമ്മളിപ്പോൾ ഇടിച്ച് കിടക്കുവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം നമ്മൾ ആ വണ്ടി എടുക്കാനാണ് പോകുന്നത്. അണ്ണാ ഇനി ബസ്സിൽ പോകണോണ്ടാ അണ്ണാ? അത് ബസ്സാണോ അണ്ണാ നമ്മൾ ബസ്സിൽ പോവാൻ? അത് ബസ്സൊന്നും അല്ലടാ, അങ്ങനല്ലടാ. അപ്പം നമ്മൾ അവിടെ ഒരു കാറാണ് ഇടിച്ച് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുക. നമുക്കിന്ന് അവിടെ ചെന്നിട്ട് വേണം എടുക്കാൻ. നമുക്കറിയാലോ നമ്മുടെ സോളോട് അങ്ങോട്ട് പോകുമ്പോൾ ഈ നടുക്കത്തെ ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ വേണ്ടി സാമറയിലോട്ട് വരാൻ വേണ്ടി നമ്മൾ ഒരു ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞല്ലേ പോകുന്നത്. അവിടാണ് ആ വണ്ടി കിടക്കുന്നത്. നമ്മളിപ്പോൾ സോളോയിൽ എത്തിയില്ല. ഞാൻ നിനക്ക് ആ സ്ഥലം കാണിച്ചത്. ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലമാണ്. അതാണ്ട് ഈ ഹോസ്പിറ്റൽ കണ്ടോ? അണ്ണ മനസ്സിലായി, എണ്ണക്ക് ഇടുക്കാച്ചി ഹോസ്പിറ്റൽ. അതല്ലടി, ഈ ഹോസ്പിറ്റലിൻ്റെ അവിടെ ആ സംഘിച്ച സൈഡിലാണ് ആ വണ്ടി കിടക്കുന്നത്. നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോടാ. അണ്ണ നേരെ കൊണ്ടുപോകണം. ആടാ ഇനി നേരെ കൊണ്ടുപോവാ. നീ സൈഡൊക്കെ ഒന്ന് നോക്കിയേ, അല്ലെ വണ്ടി എവിടെയെങ്കിലൊക്കെ തട്ടിയാൽ പിന്നെ നമ്മൾ മേടിച്ച വണ്ടി ഇച്ചിരി ഹെവി വണ്ടിയായി പോയി. അണ്ണ ശരിയാണ്, ഇച്ചിരി ഹെവി വണ്ടിയാണ്. ചെറിയ വണ്ടി വല്ലതും എടുക്കാനുള്ളതിന് എങ്ങനെയുണ്ടോ ഇത് ഹെവി വണ്ടി എടുത്തിരുന്നു. അതൊന്നും കുഴപ്പമില്ലേ. ഇനി നമുക്ക് കാറുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഇനിയും വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോകണം. എടാ അർജുനെ വാടാ. ഓക്കേടാ ബാക്കിലുണ്ടാ, പെട്ടെന്ന് വാ. അണ്ട ഒരു പച്ച കളർ സാധനം അവിടെ കിടക്കുന്നല്ലോ. അതാടാ വണ്ടി. സ്റ്റാർട്ടാവുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. അണ്ണ എഞ്ചിനൊക്കെ ഊരി കിടക്കുവാണോ? നോക്കാടാ. വണ്ടി ഓണാവോ നോക്കട്ടെ. അങ്ങനെ ഓണായി വണ്ടി ഓണായി. പക്ഷെ വണ്ടി അനങ്ങുന്നില്ലോ.
ഇതെന്താടാ ഇതൊക്കെ പോന്നെ? അയ്യോ 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 അയ്യോ, എന്തോ പറ്റിടാ, എന്തോ പറ്റി? അണ്ണാ ഡോറിളകി കൈ വന്നെണ്ണ. അന്ന് കുഴപ്പമില്ല, നമ്മുടെ പ്രൈവറ്റ് ബസ് ഇപ്പൊ അങ്ങോട്ട് പറകിയിട്ടുണ്ട്. ഡേ സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇതെന്തോ ഒലിവും കായും. എന്തോ ചിരിയടാ അത്? അണ്ണ ചിരിച്ചതാ അണ്ണ. അണ്ണ ഇതെന്തോ അണ്ണ, ഈ ആമയ്ക്ക് ഇതിനേക്കാളും സ്പീഡ് കാണുമല്ലോ. എടാ എനിക്കറിയത്തില്ലടാ ഇത് ഇത്ര സ്പീഡിലാണ് പോകുന്നുള്ളൂ. കാരണം എഞ്ചിനൊക്കെ ഡാമേജ് നല്ലോണം ആയി കാണും, അതുകൊണ്ടായിരിക്കും വണ്ടി ഇങ്ങനെ പോകുന്നത്. അനങ്ങുന്നില്ല വണ്ടി, അതാണ് അണ്ണ. വണ്ടി മൊത്തം ചളങ്ങി പറഞ്ഞിരിക്കുക. നീ ഇപ്പൊ പിടിച്ചപ്പം തന്നെ ഡോറുകൾ വന്ന സീറ്റി നോക്കിയില്ല, ചിലപ്പോൾ അടി കൂടെ റോഡിൽ പോന്നി. ശരിയാണല്ലോ ഉണ്ടാവും. ഡേ എ സി വർക്ക് ചെയ്യാനൊക്കെ നോക്കും. അവിടെ മാപ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. ഞാൻ ചുമ്മാ ഒന്ന് ഓണാക്കി നോക്കിയതേ ഉള്ളൂ. ശരിയാ അണ്ണാ, ശരിയാ. അണ്ണി സ്റ്റിയറിംഗ് എന്തുകൊണ്ടോ ഒടിഞ്ഞു കുത്തി? അതൊന്നും എനിക്കറിയത്തില്ല. എ സി ഒക്കെ പക്ക വർക്കിംഗ് അണ്ണ. ഓ അണ്ണ, ഒന്നതേ വണ്ടിക്ക് അതേ അനങ്ങുന്ന പോലും ഇല്ല. ഇനി നിങ്ങൾ അതുകൂടെ ചെയ്ത് ഇനി വണ്ടി അനക്കാതിരിക്കാൻ നോക്കുവാണോ അണ്ണ? ഓ അറിയാതെ കൊണ്ടിടിച്ചാൽ അങ്ങനെ എങ്ങനെയൊക്കെ കേടി വന്ന്. എടാ സ്ഥലമെത്തിയോ? ആ അണ്ണ സ്ഥലമെത്തി. ഈ വണ്ടി അങ്ങ് ചെറുതായ പോലെ ഉണ്ടല്ലോടാ. കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ടോ അണ്ണ? ഓടിഞ്ഞു കുത്തി മടങ്ങിയിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കി അടിച്ച് നൂത്തെടുക്കാം. ഓക്കെ അണ്ണ, ഓക്കെ. അടിച്ച് നൂത്ത് ശരിയാക്കി എടുക്കണം. ആടാ ഞാനല്ലല്ലോ ചെയ്യുന്നത്, അമ്മല്ലേ ചെയ്യുന്നത്. അപ്പം ഗായ്സ് ഇനി വണ്ടി ഇവിടെ ഇട്ട് ഇനി ഫുള്ള് വർക്ക്ഷോപ്പൊക്കെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് കാണാം. അങ്ങനെ ഗായ്സ് വണ്ടി മൊത്തത്തിൽ ശരിയാക്കി റെഡിയാക്കി എടുത്ത്. ഡേ അർജുന, എങ്ങനെയുണ്ടോ വണ്ടി കാണാൻ? കിടുക്കാച്ചിയാണോ? വണ്ടി കാണാനിപ്പോൾ ഒരു രക്ഷയില്ല. ഈ കളറ് കൂടെ ആയപ്പോൾ വണ്ടി നിന്ന് തിളങ്ങുന്നെണ്ണ. ആടാ എംബിയുടെ നിൽക്കുന്നു, പിടിക്കുമോയെന്ന് അറിയത്തില്ല. നമ്മളെ ഇപ്പോൾ ഇത് ഈ വണ്ടിക്ക് പറ്റിയ ഇല്ലീഗൽ കളർ അല്ല. ഡേ അവരൊന്നും പറയുന്നില്ല, അപ്പോൾ നമുക്ക് പോവാതിരിക്കില്ലേ? അണ്ണ അമ്മമാര് വെറും പൊട്ടന്മാരവിടെ നിൽക്കണേ. ഡേ അമ്മമാരങ്ങനെ കേട്ടോണ്ടല്ലോ എന്നെ പിടിച്ച് ജയിലിടും. അയ്യോ ആണോ അണ്ണ, അറിയാതെ ഞാൻ നേരത്തെ കണ്ണമ്മരെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. ഈ മിണ്ടാതിരി അണ്ണ. സ്റ്റിയറിംഗ് ഒക്കെ കൊള്ളാലും നല്ല രസമുണ്ട്. വണ്ടി ഫുള്ള് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ട് കേട്ടോ. ഫ്യൂച്ചറിസ്റ്റിക് ലുക്കോ ഈ വണ്ടിക്കോ? ആണണ്ണ കുറച്ചൊക്കെ. അണ്ണ ഞാൻ വലുതാകുമ്പോൾ ഈ മോഡൽ ഇതേ വണ്ടി തന്നെ എടുക്കും, നോക്കിക്കോ അണ്ണ. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഓൾഡ് ഫാഷൻ ആവണേ. ശരിയാണല്ലോ അണ്ണ, ഞാനതങ്ങ് വിട്ടുപോയി. ഞാൻ പൊട്ടനാണോ അണ്ണ? നീ പൊട്ടനല്ല, അതൊക്കെ മേലെ. ഓ അയ്യോ അണ്ണ, ഡേ സ്റ്റണ്ട് കാണിച്ചതാണേ, പേടിക്കല്ലേ? ഓക്കെ അണ്ണ. ഡേ വണ്ടിക്കതി മൊത്തം പൊടിയാണല്ലോടാ. അണ്ണ ശരിയാ അണ്ണ. ഞാനാണെങ്കിലേ എ സി ഉണക്കം കൈ നേരത്തെ ശരിയാക്കുന്നതിന് മുമ്പ് ഒന്ന് പേടിച്ച് എൻ്റെ പൊന്നാളി കാറ് കറുത്ത് ഏതാണ്ടൊക്കെ ഊല് പോലത്തെ സാധനമൊക്കെ എൻ്റെ കൈ പറ്റി. ഞാൻ ഒന്നും നോക്കില്ല, തുപ്പിൽ വെച്ച് തുടച്ചാൽ റെഡിയാക്കി. കൊള്ളാം, തുപ്പിൽ വെച്ചാണോ തുടയ്ക്കുന്നത്? ഇനി എൻ്റെ വണ്ടിക്കകത്ത് കയറിപ്പോയിക്കില്ല. എന്തോ അണ്ണ, വരി കിടന്ന് കിട്ടിയ വണ്ടിയില്ലേ? ഡേ അത് വരി കിടന്ന് കിട്ടിയൊന്നും വണ്ടിയല്ല. ഞാൻ 100 കോടി കൊടുത്താണ് ഈ വണ്ടി ശരിയാക്കിയത്. അതിനകത്ത് എൻജിൻ വരെ ഞാൻ മാറ്റി വെച്ചു. നിനക്കറിയാവോ, ഈ വണ്ടിയുടെ ഫുൾ പൈസ ഞാൻ കൊടുത്ത്, പിന്നെ കഴുകാൻ വേണ്ടി 20,000 രൂപ കൊടുത്ത്. അപ്പോൾ ഇത് ഞാൻ കളഞ്ഞിട്ടിയ വണ്ടിയാണോ? അല്ല, ഒട്ടുമല്ല അണ്ണ. അണ്ണ സൂപ്പർ അണ്ണ, കീടിലോ അണ്ണ മാസ്. ഈ മതിയുടെ സോപ്പിട്ടത് അണ്ണ. സോപ്പ് തീർന്നു പോയി, ഇനി ഞാൻ എന്തോട്ട് സോപ്പിടും? നീ കടലിട്ട് സോപ്പിടും. ഓക്കെ അണ്ണ, ഓക്കെ. നീ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ നിൻ്റെ ഒരു ഓക്കെ. ഓ അണ്ണ ശരിയാ അണ്ണ. അണ്ണ ക്രോസ് അടയ്ക്കുന്നതിൻ്റെ പരത്തോടെ ഇറങ്ങി. ഈ ക്രോസ് കഴിഞ്ഞിട്ടാണോടെ പോട്ടാ പറയുന്നത്? അതൊന്നും കുഴപ്പമില്ല അണ്ണ. അണ്ണ ഇപ്പം എങ്ങോട്ട് പോവാ? ഇപ്പോൾ നമ്മൾ സ്ഥലത്തോട്ട് പോവാണ്. എങ്ങോട്ടണ്ണ? നിൻ്റെ സ്കൂളിലോട്ട്. അയ്യോ അണ്ണ, എൻ്റെ സ്കൂളിൽ കൊണ്ടുവല്ല അണ്ണ. ഞാൻ പൊട്ടാ നിൻ്റെ വീട്ടിലോട്ടാടാ പോകുന്നത്. ഏതണ്ണ എൻ്റെ വീട്ടിലോട്ടോ? ഞാൻ പൊട്ടാ നിൻ്റെ വീട്ടിലോട്ട്. അണ്ണ 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 തേണ്ടട വീട്, തേണ്ടട വീട്. ഞാൻ വണ്ടി നിർത്താം, വണ്ടി നിർത്താം. 2000 years later. അപ്പോൾ ഗൈസ്
ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുക, ലൈക്ക് എടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും